പഴനി വരെ വന്നിട്ട് കൊടൈക്കനാലിൽ പോയില്ലെങ്കിൽ പിന്നെ എന്ത് ട്രിപ്പ്. അതുകൊണ്ട് തന്നെ കൊടൈക്കനാലിൽ കറങ്ങി വരാന്ന് ഞങ്ങൾ വിചാരിച്ചു കേട്ടാ. പോണ റൂട്ടാണെന്നുണ്ടെങ്കിൽ അടിപൊളി റൂട്ടാണ് കേട്ടാ. അങ്ങനെ കൊടൈക്കനാൽ എത്തണ വരെ ഒരു കോടയും തണുപ്പും ഒന്നും ഉണ്ടായില്ല കേട്ടാ. ഇത് ഉച്ചയ്ക്ക് 12 മണി ടൈമാണ് കേട്ടാ ഈ കാണുന്നത്. നല്ല കോടയും തണുപ്പായിരുന്നു കേട്ടാ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വട്ടക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടാ ഞങ്ങള് റൂം എടുത്തത്. ഞങ്ങളുടെ കോട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു മലയുടെ മുകളിലായിരുന്നു കേട്ടോ. കാണാനായിട്ട് സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത്ര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആകെ ഒരു കുഴപ്പമുണ്ടായിരുന്നത് പടി കയറി കയറി പോകണം. അവിടെ നിറച്ച് വിദേശികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതുപോലെ ഒരു ക്ലൈമറ്റ് ഉച്ചയ്ക്ക് 12:30 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും വിശ്വസിക്കില്ല കേട്ടാ. പിന്നെ ഞങ്ങളുടെ കോട്ടേജിന്റെ അവിടുത്തെ വ്യൂ ആണ് കേട്ടാ. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് നമ്മുടെ സൺറൈസ് കണ്ടോണ്ടിരിക്കണ കേട്ടാ. അത്ര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ വീടിന്റെ ഉമ്മർത്തിരുന്ന് കാണാന്ന് പറയുമ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ കാലത്ത് തന്നെ ചേട്ടന്മാര് നടക്കാൻ പോയപ്പോ നിറയെ കാട്ടികളെ കണ്ടു കേട്ടാ. കുറെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്, കുഞ്ഞിതും വലുതായിട്ട്. പിന്നെ കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ നേരെ ഗുണക്കേവിക്കാണ് കേട്ടോ വിട്ടത്. ഫസ്റ്റ് ദിവസം പോലെ തന്നെ നല്ല പോലെ കോട ഉണ്ടാവുന്നുണ്ടോ വിചാരിച്ചത്. പക്ഷെ ഞങ്ങളെ ചതിച്ചു. ഒരു തരത്തിലുള്ള കോടകളും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടാ. എന്നാലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ തണുപ്പത്ത് ഞങ്ങൾ കുറെ റീൽസ് ഒക്കെ എടുത്ത് ഫ്രഷ് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. നമ്മുടെ വീട്ടിൽ കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത സാധനമാണ് കേട്ടാ ഈ ഇരുന്ന് കഴിക്കണത്. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ്, പച്ച ക്യാരറ്റ് കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ലേക്കിലേക്കാണ് കേട്ടാ. എനിക്ക് ചെറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ കുതിരമ്മ കയറാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്വേതയും നന്നുമാണ് കേട്ടാ കുതിരമ്മ കയറിയത്. പിന്നെ കുറെ നേരം ചേട്ടന്മാര് സൈക്കിൾ ചവിട്ടി. അങ്ങനെ നേരെ ഞങ്ങള് ലേക്കില് ബോട്ടിങ്ങിന് പോയിട്ടാ. ലേക്കിലെ വെള്ളമാണെന്നുണ്ടെങ്കിൽ തൊട്ട് നോക്കാൻ പോലും പറ്റില്ല, അത്ര തണുപ്പുണ്ടായിരുന്നു കേട്ടാ. പിന്നെ എവിടെ ട്രിപ്പ് പോയാലും കയ്യിൽ ഒരു 5-6 ചെടിയുടെ കൊമ്പും വിത്തൊക്കെ ആയിട്ടാണ് കേട്ടാ ഞാൻ പോരാറ്. അതുകൊണ്ട് തന്നെ ഈ കൊടൈക്കനാലിലെ അടിപൊളി ചെടികൾ ഉണ്ടായിരുന്നു കേട്ടാ. അതിന്റെ ഒക്കെ കൊമ്പും വിത്തൊക്കെ എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ടിട്ടുണ്ട്.